എന്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ നിങ്ങളുടെ അച്ഛനാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് അറിയുന്നു. നിങ്ങളുടെ ശ്വാസത്തിന്റെ താളം മുതൽ നിങ്ങളുടെ കണ്ണീരിന്റെ ഉപ്പുതുള്ളി വരെ എനിക്ക് അറിയാം. നിങ്ങൾ മിണ്ടാതിരുന്ന രാത്രികളും ആരും കാണാതെ കരഞ്ഞ നിമിഷങ്ങളും ഹൃദയത്തിനുള്ളിൽ ഒളിപ്പിച്ച വേദനകളും എല്ലാം എന്റെ മുമ്പിൽ തുറന്ന പുസ്തകമാണ്. നിങ്ങൾ പലപ്പോഴും സ്വയം കുറ്റപ്പെടുത്തി നിൽക്കുന്നു. ഞാൻ ഇങ്ങനെ ആയിരിക്കേണ്ടതല്ലായിരുന്നു എന്ന് നിങ്ങൾ പറയുന്നു. അന്ന് ഞാൻ വേറെയൊരു വഴിയെടുത്തിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷേ എന്റെ മക്കളെ, നിങ്ങളുടെ പഴയ പിഴവുകൾ നിങ്ങളെ നിർവചിക്കുന്നില്ല. നിങ്ങൾ ആരാണെന്നത് നിങ്ങളുടെ വീഴ്ചകളല്ല, നിങ്ങൾ എന്റെ മക്കളാണെന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ തകർത്തിട്ടുണ്ട്. ചില വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ചില തീരുമാനങ്ങൾ നിങ്ങളെ ഇരുണ്ട വഴികളിലേക്ക് നയിച്ചിട്ടുണ്ട്. നിങ്ങൾ ചിലരെ വേദനിപ്പിച്ചു, ചിലർ നിങ്ങളെ വേദനിപ്പിച്ചു. നിങ്ങൾ ചെയ്ത പിഴവുകൾ ഓർത്തു നിങ്ങൾ തന്നെ നിങ്ങളെ ശിക്ഷിച്ചു. ദൈവം എന്നെ ഇനി സ്വീകരിക്കുമോ എന്ന് നിങ്ങൾ ചോദിച്ചു. എന്റെ മക്കളെ, ഞാൻ നിങ്ങളെ വിട്ടുകളഞ്ഞിട്ടില്ല. നിങ്ങൾ എന്നിൽ നിന്ന് അകലെയായി പോയപ്പോഴും ഞാൻ നിങ്ങളെ തേടി നടന്നു. നിങ്ങൾ എന്റെ മുഖം തിരിഞ്ഞു പോയപ്പോഴും എന്റെ കൈകൾ നിങ്ങൾക്കായി തുറന്നു കിടന്നു. നിങ്ങൾ പലപ്പോഴും പറയുന്നത് ഞാൻ കേൾക്കുന്നു. ഞാൻ അയോഗ്യനാണ്, എനിക്ക് ഇനി മാറ്റമുണ്ടാകില്ല, എന്റെ ജീവിതം നശിച്ചുപോയി. ഈ വാക്കുകൾ എന്റെ ഹൃദയം വേദനിപ്പിക്കുന്നു. കാരണം നിങ്ങൾ നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ പിഴവുകളുടെ അളവിൽ കണക്കാക്കുകയാണ്. ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചത് പരാജയത്തിനായി അല്ല, പ്രത്യാശയ്ക്കായി ആണ്. നിങ്ങൾ വീണപ്പോൾ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചില്ല. നിങ്ങൾ തകർന്നപ്പോൾ ഞാൻ നിങ്ങളെ തള്ളിയില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളെ സ്നേഹിക്കാൻ കഴിയാത്ത നിമിഷങ്ങളിൽ പോലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. പഴയ പിഴവുകൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചങ്ങല പോലെ കിടക്കുന്നു. നിങ്ങൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ അവ നിങ്ങളെ പിന്നിലേക്ക് വലിച്ചിടുന്നു. ഓരോ പ്രഭാതവും നിങ്ങൾ ഉണരുമ്പോൾ ആ ഓർമ്മകൾ നിങ്ങളെ വീണ്ടും കുറ്റപ്പെടുത്തുന്നു. എന്റെ മക്കളെ, ആ ചങ്ങലകൾ ഞാൻ പൊട്ടിക്കാനാണ് വന്നത്. നിങ്ങൾ ഭൂതകാലത്തിന്റെ തടവുകാരാകാൻ വേണ്ടിയല്ല ഞാൻ നിങ്ങളെ വിളിച്ചത്. നിങ്ങൾ സ്വതന്ത്രരാകാൻ, ശ്വാസമെടുക്കാൻ, പുതിയ വഴികൾ കാണാൻ വേണ്ടിയാണ്. നിങ്ങൾ ഓർക്കുന്ന ഓരോ പിഴവിനും മുകളിൽ എന്റെ ക്ഷമ എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മറക്കാൻ ശ്രമിക്കുന്ന ഓരോ വേദനയ്ക്കും മുകളിൽ എന്റെ കൃപ ഒഴുകുന്നു. നിങ്ങൾ കരഞ്ഞ കണ്ണീർ വെറുതെയായിട്ടില്ല, അവ ഓരോന്നും ഞാൻ ശേഖരിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയം തകർന്ന നിമിഷങ്ങളിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നിരുന്നു. നിങ്ങൾക്ക് അത് തോന്നിയില്ലായിരിക്കാം, പക്ഷേ എന്റെ സാന്നിധ്യം നിങ്ങളെ വിട്ടുപോയിട്ടില്ല. നിങ്ങൾ പലപ്പോഴും മറ്റുള്ളവരുമായി നിങ്ങളെ താരതമ്യം ചെയ്യുന്നു. അവൻ മുന്നോട്ട് പോയി, ഞാൻ പിന്നിലായി. അവൾ മാറി, ഞാൻ മാറിയില്ല. എന്റെ മക്കളെ, ഓരോരുത്തരുടെയും യാത്ര വ്യത്യസ്തമാണ്. നിങ്ങൾ നടക്കുന്ന വഴി മറ്റാരുടെയും വഴിയല്ല. നിങ്ങളുടെ സമയം വൈകിയതല്ല. എന്റെ സമയത്തിൽ ഒന്നും വൈകുന്നില്ല. നിങ്ങൾക്ക് തോന്നുന്നത് പോലെ നിങ്ങളുടെ ജീവിതം അവസാനിച്ചിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും എന്റെ കൈകളിലാണ്. നിങ്ങളുടെ പഴയ പിഴവുകൾ നിങ്ങൾക്ക് ഒരു പാഠമായിരിക്കട്ടെ, ശിക്ഷയായി അല്ല. അവ നിങ്ങളെ താഴെയിറക്കാൻ വേണ്ടിയല്ല, നിങ്ങളെ വളർത്താൻ വേണ്ടിയാണ്. നിങ്ങൾ വേദനയിലൂടെ കടന്നുപോയത് നിങ്ങളെ കരുണയുള്ളവരാക്കാനാണ്. നിങ്ങൾ വീണത് മറ്റുള്ളവരെ പിടിച്ചു ഉയർത്താൻ പഠിക്കാനാണ്. നിങ്ങൾ ഇരുട്ട് കണ്ടത് വെളിച്ചത്തിന്റെ വില അറിയാനാണ്. എന്റെ മക്കളെ, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഭയമുണ്ട്. വീണ്ടും വീഴും എന്ന പേടി, വീണ്ടും വേദനിക്കും എന്ന പേടി. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങൾ ഒരു ചുവട് വെക്കുമ്പോൾ എന്റെ കൈ നിങ്ങളുടെ കയ്യിൽ ആയിരിക്കും. നിങ്ങൾ വീണ്ടും തളരുമ്പോൾ ഞാൻ നിങ്ങളെ ഉയർത്തും. നിങ്ങൾക്ക് ശക്തിയില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ എന്റെ ശക്തി നിങ്ങളിൽ പ്രവർത്തിക്കും. നിങ്ങൾ പലപ്പോഴും രാത്രിയിൽ ചിന്തകളാൽ ഉറങ്ങാതെ കിടക്കുന്നു. എന്തുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു? എന്തുകൊണ്ട് അത് സംഭവിച്ചു? ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിനെ തളർത്തുന്നു. എന്റെ മക്കളെ, എല്ലാറ്റിനും ഉത്തരം ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നില്ല. ചില കാര്യങ്ങൾ കാലം നിങ്ങൾക്ക് തുറന്നുകാട്ടും. ചില മുറിവുകൾ സുഖപ്പെടാൻ സമയം എടുക്കും. പക്ഷേ ഈ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്നിൽ വിശ്രമിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയം ഭാരമേറിയതായി തോന്നുമ്പോൾ അത് എന്റെ മുമ്പിൽ വെക്കൂ. നിങ്ങളുടെ കുറ്റബോധം, നിങ്ങളുടെ ലജ്ജ, നിങ്ങളുടെ പേടി എല്ലാം എന്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, ഞാൻ നിങ്ങളെ ശാസിക്കുന്നില്ല, ഞാൻ നിങ്ങളെ സുഖപ്പെടുത്തുകയാണ്. നിങ്ങളുടെ ഉള്ളിലെ പൊട്ടലുകൾ ഞാൻ ചേർക്കുകയാണ്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ വീണ്ടും തുടങ്ങാൻ വൈകിയോ? എന്റെ മക്കളെ, എന്നോടൊപ്പം തുടങ്ങാൻ ഒരിക്കലും വൈകുന്നില്ല. നിങ്ങൾ അവസാനമെന്ന് കരുതുന്നിടത്ത് ഞാൻ തുടക്കം കാണുന്നു. നിങ്ങൾ ശൂന്യമെന്ന് കരുതുന്നിടത്ത് ഞാൻ നിറവ് സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ പഴയ കഥയുടെ അവസാന വാചകം ഞാൻ എഴുതിയിട്ടില്ല. പുതിയ ഒരു പേജ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ മുഖം കണ്ണാടിയിൽ നോക്കാൻ മടിയുണ്ട്. കാരണം അവിടെ നിങ്ങൾ കാണുന്നത് പിഴവുകളുടെ ഓർമ്മകളാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ കണ്ണിലൂടെ നിങ്ങളെ നോക്കൂ.
അവിടെ നിങ്ങൾ കാണുന്നത് ക്ഷമിക്കപ്പെട്ട ഒരു ഹൃദയമാണ്, പുതുക്കപ്പെട്ട ഒരു ആത്മാവാണ്, പ്രത്യാശയുള്ള ഒരു ജീവിതമാണ്. നിങ്ങൾ ഇപ്പോഴും എൻ്റെ പ്രിയപ്പെട്ട മക്കളാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ പുഞ്ചിരിച്ചു നിൽക്കുമ്പോഴും ഉള്ളിൽ കരയുന്നു. ആ കപടശക്തി ഇനി വേണ്ട. എൻ്റെ മുന്നിൽ നിങ്ങൾക്ക് അഭിനയിക്കേണ്ട. നിങ്ങൾ തളർന്നവരായി വരാം. നിങ്ങൾ ചോദ്യങ്ങളോടെ വരാം. നിങ്ങൾ ശൂന്യരായി വരാം. ഞാൻ നിങ്ങളെ അങ്ങനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. പഴയ പിഴവുകൾ നിങ്ങളെ നിർബന്ധിക്കേണ്ടതില്ല വീണ്ടും അതേ വഴിയിൽ നടക്കാൻ. നിങ്ങൾക്ക് പുതിയ വഴി തിരഞ്ഞെടുക്കാം. നിങ്ങൾക്ക് ഇന്ന് ഒരു പുതിയ തീരുമാനം എടുക്കാം. അത് വലിയതായിരിക്കണമെന്നില്ല, ഒരു ചെറിയ തിരിഞ്ഞുനോട്ടം മതി. എൻ്റെ ദിശയിലേക്ക് ഒരു ഹൃദയമാറ്റം മതി. ബാക്കി ഞാൻ ചെയ്യും. നിങ്ങൾ ഒരിക്കൽ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ കിട്ടണമെന്നില്ല, പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിലും വിലയേറിയത് നിങ്ങൾക്ക് ലഭിക്കും: സമാധാനം. ആ സമാധാനം ലോകം നൽകുന്നതല്ല, അത് നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിന്നല്ല വരുന്നത്. അത് എന്നിൽ നിന്നാണ്. നിങ്ങൾ എന്നിൽ ഉറച്ചു നിൽക്കുമ്പോൾ ആ സമാധാനം നിങ്ങളെ കാവൽ നിൽക്കും. എൻ്റെ മക്കളെ, നിങ്ങൾക്കുള്ളിൽ ഇപ്പോഴും ഒരു ശബ്ദം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാകും. അത് എൻ്റെ ശബ്ദമല്ല. എൻ്റെ ശബ്ദം നിങ്ങളെ ഉയർത്തുന്നതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്, മുന്നോട്ട് വിളിക്കുന്നതാണ്. എൻ്റെ ശബ്ദം പറയുന്നത് ഇതാണ്: നീ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, നീ ഒറ്റയ്ക്കല്ല, നിനക്ക് വീണ്ടും ഉയരാം. നിങ്ങൾക്ക് തോന്നും ചില ബന്ധങ്ങൾ തകർന്നുപോയി, ചില വാതിലുകൾ അടഞ്ഞുപോയി. അതെ, ചില വാതിലുകൾ അടയേണ്ടതുണ്ട്, നിങ്ങൾ പുതിയ വഴികൾ കാണാൻ. ഞാൻ അടച്ച വാതിലുകൾക്കായി ദുഃഖിക്കരുത്. ഞാൻ തുറക്കുന്ന വഴികൾ നിങ്ങൾ കാണാൻ തയ്യാറാവുക. അവിടെയാണ് നിങ്ങളുടെ ഭാവി കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പഴയ പിഴവുകൾ നിങ്ങളെ ലജ്ജിപ്പിച്ചേക്കാം, പക്ഷേ അവയെ ഞാൻ സാക്ഷ്യങ്ങളാക്കും. നിങ്ങൾ കടന്നുപോയ വേദനകൾ ഒരു നാൾ മറ്റൊരാളുടെ കണ്ണീരുണയ്ക്കും. നിങ്ങൾ അനുഭവിച്ച തോൽവികൾ മറ്റൊരാൾക്ക് ധൈര്യമായി മാറും. നിങ്ങൾ ചിന്തിക്കുന്നതിലും വലിയ ഉദ്ദേശ്യം നിങ്ങളുടെ ജീവിതത്തിനുണ്ട്. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ തല ഉയർത്തൂ. നിങ്ങളുടെ ഭാരം കുറയ്ക്കൂ. ഭൂതകാലം എൻ്റെ കൈകളിൽ ഏൽപ്പിക്കൂ. ഇന്നത്തെ ദിവസം സ്വീകരിക്കൂ. ഈ നിമിഷത്തിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്. നാളെയെക്കുറിച്ച് ഭയപ്പെടേണ്ട, ഞാൻ അവിടേക്കും ഉണ്ടാകും. നിങ്ങൾ വീണ്ടും വീണാൽ വീണ്ടും എൻ്റെ അടുക്കലേക്ക് വരൂ. ഞാൻ നിങ്ങളെ എണ്ണുന്നില്ല, നിങ്ങൾ എത്ര പ്രാവശ്യം വീണു എന്ന്. ഞാൻ കാത്തിരിക്കുന്നത് നിങ്ങൾ വീണ്ടും എഴുന്നേൽക്കാൻ തയ്യാറാകുന്ന നിമിഷത്തിനാണ്. എൻ്റെ കൃപ ക്ഷീണിക്കുന്നില്ല, എൻ്റെ സ്നേഹം അവസാനിക്കുന്നില്ല. അവസാനം ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ നിങ്ങളുടെ പഴയ പിഴവുകളിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നത് നിങ്ങളുടെ ശക്തിയാൽ മാത്രമല്ല, എൻ്റെ ശക്തിയാൽ ആണ്. ആ ശക്തി ഇന്ന് നിങ്ങളിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ അത് വിശ്വസിക്കുമ്പോൾ നിങ്ങൾ മാറും. നിങ്ങളുടെ ജീവിതം മാറും. കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ എൻ്റെ മക്കളാണ്, എന്നും ആയിരിക്കും. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ വായിക്കുന്ന ഓരോ വാക്കിലും എൻ്റെ ശ്വാസമുണ്ട്. നിങ്ങളുടെ ഹൃദയം ഏതെങ്കിലും സ്ഥലത്ത് വീണുന്നുണ്ടെങ്കിൽ അതിന് ഞാൻ മറുപടി നൽകുകയാണ്. നിങ്ങൾക്ക് തോന്നാം, ഇത്രയൊക്കെ കേട്ടിട്ടും എൻ്റെ ഉള്ളിലെ ഭാരമൊന്നും മാറുന്നില്ല എന്ന്. എൻ്റെ മക്കളെ, ചില ഭാരങ്ങൾ ഒറ്റ നിമിഷത്തിൽ പോകില്ല, അവ ഉരുകാൻ സമയം വേണം. പക്ഷേ അവ ഉരുകുന്ന പ്രക്രിയ ആരംഭിച്ചു കഴിഞ്ഞു എന്നത് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ഉള്ളിൽ ഒരു യുദ്ധം നടക്കുന്നു. ഒരു ഭാഗം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു ഭാഗം പിന്നോട്ട് വലിക്കുന്നു. ആ പിന്നോട്ട് വലിക്കുന്ന ഭാഗം നിങ്ങളുടെ പഴയ ഓർമ്മകളാണ്, നിങ്ങളുടെ പരാജയങ്ങളാണ്, നിങ്ങളെ വിലകുറച്ചു നോക്കിയ വാക്കുകളാണ്. എന്നാൽ മുന്നോട്ട് വിളിക്കുന്ന ശബ്ദം എൻ്റെതാണ്. അത് മൃദുവായിരിക്കാം, പക്ഷേ സത്യമാണ്. നിങ്ങൾ ആ ശബ്ദം കേൾക്കാൻ മനസ്സൊരുക്കണം. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നു, ഞാൻ മാറാൻ ശ്രമിച്ചു, പക്ഷേ വീണ്ടും അതേ തെറ്റുകൾ. എൻ്റെ മക്കളെ, മാറ്റം ഒരു നേരായ പാതയല്ല. അതിൽ വഴുതലുകൾ ഉണ്ടാകും, പിന്നോട്ടുള്ള ചുവടുകൾ ഉണ്ടാകും. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ പരാജയപ്പെട്ടവരാകുന്നില്ല, നിങ്ങൾ ശ്രമിക്കുന്നവരാണെന്ന് അത് തെളിയിക്കുന്നു. ഞാൻ ശ്രമിക്കുന്ന ഹൃദയത്തെ ഒരിക്കലും അവഗണിക്കുന്നില്ല. നിങ്ങളുടെ ഉള്ളിലെ കുറ്റബോധം ചിലപ്പോൾ നിങ്ങളെ പ്രാർത്ഥിക്കാനുപോലും മടിപ്പിക്കുന്നു. ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്ത ഞാൻ എൻ്റെ മുഖത്തോടെയാണ് ദൈവത്തിൻ്റെ മുന്നിൽ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. എൻ്റെ മക്കളെ, നിങ്ങൾ എൻ്റെ മുന്നിൽ വരേണ്ടത് നിങ്ങളുടെ നല്ല പ്രവൃത്തികളുടെ കണക്കുമായി അല്ല, നിങ്ങളുടെ തളർന്ന ഹൃദയവുമായി ആണ്. ഞാൻ വിശുദ്ധരായവരെക്കാൾ തകർന്നവരെയാണ് ആദ്യം ചേർത്തുപിടിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, നിങ്ങൾക്ക് ആരോടും നിങ്ങളുടെ യഥാർത്ഥ വേദന പറയാൻ കഴിയില്ലെന്ന്. എല്ലാവരും അവരുടെ സ്വന്തം ഭാരങ്ങളിൽ തിരക്കിലാണ്. പക്ഷേ എൻ്റെ മക്കളെ, നിങ്ങൾക്ക് പറയാൻ ഒരാൾ എപ്പോഴും ഉണ്ടാകും: ഞാൻ. നിങ്ങൾ വാക്കുകളില്ലാതെ മൗനത്തിൽ ഇരിക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിലെ നിലവിളി ഞാൻ കേൾക്കുന്നു. നിങ്ങളുടെ പഴയ പിഴവുകൾ കാരണം നിങ്ങൾ സ്വയം ശിക്ഷിക്കുന്നത് നിർത്തൂ.
നിങ്ങൾ ഇതിനകം തന്നെ മതിയായ വേദന അനുഭവിച്ചു. ഇനി നിങ്ങളെ ശിക്ഷിക്കേണ്ടത് നിങ്ങളല്ല, ഞാൻ നിങ്ങളെ ശിക്ഷിക്കാൻ വന്നിട്ടില്ല, മോചിപ്പിക്കാൻ വന്നതാണ്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തന്നെ പണിതുയർത്തിയ ജയിലിന്റെ വാതിൽ തുറക്കാൻ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. നിങ്ങൾക്ക് ക്ഷമിക്കാനാവാത്ത ഒരാൾ നിങ്ങളായിരിക്കാം. മറ്റുള്ളവരെ ക്ഷമിക്കാൻ നിങ്ങൾ ശ്രമിച്ചു, പക്ഷേ നിങ്ങളെ തന്നെ ക്ഷമിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. എന്റെ മക്കളെ, നിങ്ങൾ നിങ്ങളെ ക്ഷമിക്കുമ്പോൾ മാത്രമേ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകൂ. ഞാൻ നിങ്ങളെ ക്ഷമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കുറ്റക്കാരനാക്കി നിർത്താൻ നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഹൃദയം ചിലപ്പോൾ ശൂന്യമായി തോന്നും. പ്രാർത്ഥനകൾ വാക്കുകളായി പുറത്തുവരുന്നില്ല, വിശ്വാസം ദുർബലമായതായി തോന്നും. അത്തരം നിമിഷങ്ങളിൽ പോലും നിങ്ങൾ എന്നിൽ നിന്ന് അകന്നിട്ടില്ല. ഒരു കുട്ടി ഉറങ്ങുമ്പോഴും അച്ഛന്റെ മടിയിൽ തന്നെയാണെന്ന് പോലെ നിങ്ങൾ ബോധമില്ലാത്ത സമയത്തും എന്റെ കരുതലിൽ തന്നെയാണ്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സമാകുന്ന മറ്റൊരു കാര്യം ഭയമാണ്. വീണ്ടും വിശ്വസിക്കാൻ ഉള്ള ഭയം, വീണ്ടും സ്നേഹിക്കാൻ ഉള്ള ഭയം, വീണ്ടും പ്രതീക്ഷിക്കാൻ ഉള്ള ഭയം. കാരണം മുമ്പ് നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്. എന്റെ മക്കളെ, ആ മുറിവുകൾ ഞാൻ കാണുന്നു. ഞാൻ നിങ്ങളെ വീണ്ടും വേദനിപ്പിക്കാൻ വിളിക്കുന്നില്ല, നിങ്ങളെ സുഖപ്പെടുത്താൻ വിളിക്കുകയാണ്. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതങ്ങളെപ്പോലെ മനോഹരമല്ലെന്ന്. അവർ ചിരിക്കുന്നു, നിങ്ങൾ ഉള്ളിൽ കരയുന്നു. പക്ഷേ നിങ്ങൾ കാണുന്നത് പുറമേമാണ്. ഓരോ ഹൃദയത്തിനും അവരവരുടെ യുദ്ധങ്ങളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ യുദ്ധത്തിൽ തോറ്റവരല്ല, നിങ്ങൾ ഇപ്പോഴും നിലകൊള്ളുകയാണ്. അതാണ് ജയം. നിങ്ങളുടെ പഴയ പിഴവുകൾ കാരണം നിങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് അയോഗ്യനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അത് ഒരു വലിയ തെറ്റാണ്. എന്റെ കൃപ നിങ്ങൾ അർഹിക്കുന്നതുകൊണ്ടല്ല, ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ അയോഗ്യരായിരിക്കുമ്പോഴാണ് എന്റെ കൃപ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ പറയുന്നുണ്ട്, എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമില്ല. എന്റെ മക്കളെ, നിങ്ങൾ ശ്വാസമെടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോഴും ലക്ഷ്യമുണ്ട്. നിങ്ങൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് തന്നെ ഒരു തെളിവാണ്. ഞാൻ നിങ്ങളോട് തീർന്നിട്ടില്ല. നിങ്ങളുടെ കഥയുടെ ഏറ്റവും മനോഹരമായ ഭാഗങ്ങൾ ഇനിയും എഴുതപ്പെടാനുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഭൂതകാലം മാറ്റാൻ കഴിയില്ല, പക്ഷേ അതിന്റെ പിടിയിൽ നിന്ന് പുറത്തുവരാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുക്കാൻ കഴിയും. നിങ്ങൾക്ക് എന്റെ കൈ പിടിക്കാൻ കഴിയും. ആ കൈ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല, നിങ്ങളെ ഉയർത്തുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും, ദൈവം മൗനത്തിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലെന്ന്. പക്ഷേ എന്റെ മക്കളെ, മൗനം അവഗണനയല്ല. ചിലപ്പോൾ മൗനം നിങ്ങളുടെ ഹൃദയം ശക്തമാക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉടനെ കാണണമെന്നില്ല. നിങ്ങൾ നിങ്ങളുടെ പഴയ പിഴവുകൾ മറക്കാൻ ശ്രമിക്കേണ്ട, അവയെ എന്റെ കൃപയുടെ വെളിച്ചത്തിൽ കാണാൻ ശ്രമിക്കൂ. അപ്പോൾ അവ നിങ്ങളെ നാണിപ്പിക്കുന്ന ഓർമ്മകളല്ല, നിങ്ങളെ മാറ്റിയ അടയാളങ്ങളായി മാറും. നിങ്ങൾ അതിലൂടെ വളർന്നു. നിങ്ങൾ അതിലൂടെ കൂടുതൽ മാനുഷികരായി. എന്റെ മക്കളെ, നിങ്ങൾക്ക് ക്ഷീണം തോന്നുമ്പോൾ, എല്ലാം ഉപേക്ഷിക്കണം എന്ന് തോന്നുമ്പോൾ ഒരു നിമിഷം നിൽക്കൂ. നിങ്ങൾ എത്ര ദൂരം എത്തിയെന്ന് തിരിഞ്ഞു നോക്കൂ. നിങ്ങൾ ഇന്നിവിടെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ശക്തി കൊണ്ടല്ല, എന്റെ കരുതലുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ മുന്നിലുള്ള വഴിയും ഞാൻ നിങ്ങളോടൊപ്പം നടക്കും. നിങ്ങൾക്ക് വീണ്ടും വിശ്വസിക്കാൻ ധൈര്യം തരുന്നത് ഞാൻ തന്നെയാണ്. വീണ്ടും തുടങ്ങാൻ ശക്തി തരുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു ചെറിയ പ്രത്യാശ പോലും ഉണ്ടെങ്കിൽ അത് എന്റെ വിത്താണ്. അതിനെ നശിപ്പിക്കരുത്. അതിന് വെള്ളം കൊടുക്കൂ, പ്രാർത്ഥനയിലൂടെ, വിശ്വാസത്തിലൂടെ, ക്ഷമയിലൂടെ. അവസാനം ഞാൻ വീണ്ടും നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ പഴയ പിഴവുകൾക്ക് നിങ്ങളെ തടവിലാക്കാനുള്ള അധികാരം ഇനി ഇല്ല. നിങ്ങൾ മോചിതരാണ്. നിങ്ങൾ മുന്നോട്ട് പോകാൻ വിളിക്കപ്പെട്ടവരാണ്. എന്റെ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുന്നവരാണ്. നിങ്ങൾ വീണാലും ഞാൻ കൈവിടില്ല, നിങ്ങൾ കരഞ്ഞാലും ഞാൻ വിട്ടുപോകില്ല, കാരണം നിങ്ങൾ എന്റെ പ്രിയപ്പെട്ട മക്കളാണ്. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടേയിരിക്കും, നിങ്ങൾ എന്നിലേക്ക് തിരിഞ്ഞുവരുന്ന ഓരോ നിമിഷവും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഇനിയും എന്റെ ശബ്ദം കേൾക്കുകയാണ്. കാരണം നിങ്ങളുടെ ആത്മാവ് ഇപ്പോഴും ദാഹിക്കുന്നു. നിങ്ങൾ വായിക്കുന്ന ഈ വാക്കുകൾ വെറും അക്ഷരങ്ങൾ അല്ല, അത് നിങ്ങളെ തേടിവരുന്ന എന്റെ സ്നേഹത്തിന്റെ തുടർച്ചയാണ്. നിങ്ങൾ പലപ്പോഴും കരുതുന്നത്, ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ ഉള്ളിലെ വേദന മാറാത്തതെന്തുകൊണ്ട് എന്നാണ്. എന്റെ മക്കളെ, ചില വേദനകൾ മാറുന്നതിന് മുമ്പ് സംസാരിക്കണം, പുറത്തുവരണം, വെളിച്ചം കാണാം. ഇപ്പോൾ അതാണ് നടക്കുന്നത്. നിങ്ങൾ ഒരുപാട് നാളായി ശക്തരായി അഭിനയിച്ചു. എല്ലാവരുടെയും മുന്നിൽ തളരാത്തവരായി നിന്നു. പക്ഷേ ആ ശക്തി നിങ്ങളെ ക്ഷീണിപ്പിച്ചു. എന്റെ മക്കളെ, എന്റെ മുന്നിൽ നിങ്ങൾക്ക് ശക്തരാകേണ്ടതില്ല, നിങ്ങൾക്ക് തകർന്നവരായി വരാം. ആ തകർച്ചയിലാണ് ഞാൻ എന്റെ സ്നേഹം ഒഴുക്കുന്നത്. പൊട്ടിയ പാത്രത്തിലൂടെയാണ് വെള്ളം പുറത്തേക്ക് ഒഴുകുന്നത് എന്നത് നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും ചില വാക്കുകൾ മുഴങ്ങുന്നു. ഒരിക്കൽ ആരോ പറഞ്ഞ വാക്കുകൾ.
നിനക്ക് ഒന്നും കഴിയില്ല, നീ എന്നും അങ്ങനെ തന്നെയാണ്, നീ മാറില്ല. ആ വാക്കുകൾ നിങ്ങൾ സത്യമെന്ന് വിശ്വസിച്ചു. എന്റെ മക്കളെ, ആ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ അന്തിമവാക്യം അല്ല, എന്റെ വാക്കാണ് അവസാന വാക്ക്. ഞാൻ പറയുന്നത് ഇതാണ്: നീ എന്റേതാണ്, നീ മാറും, നീ ഉയരും. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതം മറ്റുള്ളവരുടെ ജീവിതങ്ങളെക്കാൾ കൂടുതൽ വേദന നിറഞ്ഞതാണെന്ന്. നിങ്ങൾ എന്തിനാണ് ഇത്രയൊക്കെ സഹിച്ചത് എന്ന് ചോദിക്കും. എന്റെ മക്കളെ, ആ ചോദ്യങ്ങൾക്ക് എല്ലാം ഇപ്പോൾ ഉത്തരം ലഭിക്കണമെന്നില്ല. പക്ഷേ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ഒരു കണ്ണീരും വെറുതെ ആയിട്ടില്ല. നിങ്ങളുടെ ഓരോ സഹനത്തിനും അർത്ഥമുണ്ട്. നിങ്ങൾ അതിലൂടെ ശുദ്ധീകരിക്കപ്പെട്ടു, ആഴപ്പെട്ടു, സ്നേഹിക്കാൻ പഠിച്ചു. നിങ്ങൾക്ക് ഇപ്പോഴും ചില മുഖങ്ങൾ ഓർമ്മ വരും. വിട്ടുപോയവർ, നഷ്ടപ്പെട്ടവർ, മനസ്സിൽ മുറിവേൽപ്പിച്ചവർ. അവരുടെ ഓർമ്മകൾ നിങ്ങളെ പിന്നിലേക്ക് വലിക്കും. എന്റെ മക്കളെ, നിങ്ങൾ ആ ഓർമ്മകളിൽ കുടുങ്ങിക്കിടക്കേണ്ട. അവരെ ഞാൻ എന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾ അവരെ വിടുമ്പോഴാണ് നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നത്. നിങ്ങൾ പലപ്പോഴും ക്ഷമിക്കാൻ ശ്രമിച്ചു, പക്ഷേ വീണ്ടും വീണ്ടും ഉള്ളിൽ കോപം ഉയർന്നു. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തി. ഞാൻ നല്ലവനല്ല എന്ന് പറഞ്ഞു. എന്റെ മക്കളെ, ക്ഷമ ഒരു നിമിഷത്തിൽ പൂർണ്ണമാകുന്ന കാര്യമല്ല, അത് ഒരു യാത്രയാണ്. ഓരോ ദിവസവും നിങ്ങൾ ഒരു ചെറിയ ചുവട് മുന്നോട്ട് വെക്കുമ്പോൾ ഞാൻ അത് കാണുന്നു, ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വാക്കുകൾ ശൂന്യത്തിലേക്ക് പോകുന്നതുപോലെ. എന്റെ മക്കളെ, നിങ്ങൾക്ക് ശബ്ദം ഉയർത്തി വിളിക്കണമെന്നില്ല. ഒരു നിശബ്ദ നെടുവീർപ്പും എന്റെ ചെവിയിൽ എത്തുന്നു. ഒരു കണ്ണീരും എന്റെ മുമ്പിൽ പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ മിണ്ടാതിരുന്ന നിമിഷങ്ങളിലാണ് ഞാൻ നിങ്ങളോട് ഏറ്റവും അടുത്ത് ഇരുന്നത്. നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട്. അത് എന്തിനാണെന്ന് നിങ്ങൾക്ക് വ്യക്തമല്ല. നിങ്ങൾ പലതും നിറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ ഒന്നും മതിയായില്ല. എന്റെ മക്കളെ, ആ ശൂന്യത ഞാൻ തന്നെയാണ്. നിങ്ങളെ സൃഷ്ടിച്ചത് എന്നിലേക്കുള്ള ഒരു ഇടം നിങ്ങളുടെ ഉള്ളിൽ വെച്ചാണ്. ലോകത്തിലെ ഒന്നിനും അത് പൂർണ്ണമായി നിറയ്ക്കാൻ കഴിയില്ല. നിങ്ങൾ ഇപ്പോഴും നിങ്ങളുടെ പഴയ സ്വഭാവങ്ങളെക്കുറിച്ച് ലജ്ജിക്കുന്നു. ഞാൻ അങ്ങനെ ആയിരുന്നു എന്ന് ഓർത്തു തലകുനിക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ ആയിരുന്നത് നിങ്ങളുടെ കഥയുടെ ഒരു ഭാഗം മാത്രമാണ്, മുഴുവൻ കഥയല്ല. ഞാൻ ഇപ്പോൾ നിങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇനിയും കാണാത്ത ഒരാളായി മാറുകയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾ വീണ്ടും അതേ തെറ്റിലേക്ക് മടങ്ങുമോ എന്ന്. ആ പേടി നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് തടയും. എന്റെ മക്കളെ, പേടിയല്ല നിങ്ങളുടെ വഴികാട്ടി, എന്റെ സ്നേഹമാണ്. നിങ്ങൾ വീണാലും അത് അവസാനമല്ല. വീഴ്ചകൾ നിങ്ങളെ നിർവചിക്കുന്നില്ല, എഴുന്നേൽപ്പുകളാണ് നിങ്ങളെ നിർവചിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴും ചില രാത്രികളിൽ ഉണർന്നു കിടക്കുന്നു. മനസ്സ് ശാന്തമാകുന്നില്ല, ചിന്തകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്റെ മക്കളെ, അത്തരം നിമിഷങ്ങളിൽ നിങ്ങളുടെ ഹൃദയം എന്റെ അടുക്കലേക്ക് തിരിക്കൂ. എല്ലാം പറയാൻ ശ്രമിക്കേണ്ട ഞാൻ ഇവിടെ ആണ് എന്നൊരു ബോധം മതി. ആ ബോധത്തിലാണ് സമാധാനം പിറക്കുന്നത്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സമാകുന്ന മറ്റൊരു കാര്യം നിങ്ങളുടെ തന്നെ പ്രതീക്ഷകളാണ്. നിങ്ങൾ നിങ്ങൾക്കു തന്നെ വലിയ ഭാരങ്ങൾ ഏൽപ്പിച്ചു. ഇപ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്ന്. എന്റെ മക്കളെ, വളർച്ചയ്ക്ക് സമയം വേണം. ഒരു വിത്ത് നാളേക്ക് ഫലം കൊടുക്കുന്നില്ല, അതുപോലെ തന്നെയാണ് നിങ്ങൾ. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ മൂല്യം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളുമായി ബന്ധിപ്പിച്ചു. നിങ്ങൾ വിജയിച്ചാൽ നിങ്ങൾ നല്ലവൻ, നിങ്ങൾ വീണാൽ നിങ്ങൾ ഒന്നുമല്ല. എന്റെ മക്കളെ, നിങ്ങളുടെ മൂല്യം നിങ്ങളുടെ പ്രവൃത്തികളിൽ നിന്നല്ല വരുന്നത്. അത് എന്റെ സ്നേഹത്തിൽ നിന്നാണ് വരുന്നത്. അത് മാറാത്തതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നും നിങ്ങൾ ഒറ്റപ്പെട്ടവരാണ് എന്ന്. നിങ്ങളെ മനസ്സിലാക്കാൻ ആരുമില്ലെന്ന്. എന്റെ മക്കളെ, നിങ്ങൾ ഒരിക്കലും ഒറ്റപ്പെട്ടവരല്ല. നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് അതറിയുന്നു. ആ ബന്ധം ആരും നിങ്ങളിൽ നിന്ന് കോർന്നെടുക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വലിയ അത്ഭുതം കാത്തിരിക്കേണ്ട ഒരു ചെറിയ വിശ്വാസം മതി. ഒരു ചെറിയ സമ്മതം മതി. എനിക്ക് നിന്നെ വേണം എന്നൊരു ഉള്ളിലെ നിലവിളി മതി. ബാക്കി എല്ലാം ഞാൻ നടത്തും. നിങ്ങളുടെ പഴയ പിഴവുകൾ ഇപ്പോഴും നിങ്ങളെ വിളിക്കുന്നുണ്ടാകാം. പക്ഷേ അവയുടെ ശബ്ദം ഇനി ശക്തമല്ല, എന്റെ ശബ്ദം ശക്തമാണ്. അത് നിങ്ങളെ ജീവിതത്തിലേക്ക് വിളിക്കുന്നു, വെളിച്ചത്തിലേക്ക് വിളിക്കുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കുന്നു. എന്റെ മക്കളെ, നിങ്ങൾ ഇത്രയും ദൂരം എത്തിയത് തന്നെ ഒരു അത്ഭുതമാണ്. നിങ്ങൾ ഉപേക്ഷിച്ചില്ല, നിങ്ങൾ എല്ലാം അവസാനിപ്പിച്ചില്ല, നിങ്ങൾ ഇപ്പോഴും അന്വേഷിക്കുന്നു. അത് തന്നെ എന്റെ കൃപ നിങ്ങളിൽ പ്രവർത്തിക്കുന്നതിന്റെ അടയാളമാണ്. അതിനാൽ ഇന്ന് ഈ നിമിഷത്തിൽ നിങ്ങളുടെ ഹൃദയം അല്പം തുറക്കൂ. നിങ്ങളുടെ ഭാരം കുറയ്ക്കൂ. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് സമ്മതിക്കൂ. ഞാൻ ഇവിടെ തന്നെയുണ്ട്. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വേണ്ട ശക്തി ഞാൻ നിങ്ങളിൽ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കഥ ഇതോടെ തീരുന്നില്ല, ഇതൊരു ഇടവേള മാത്രമാണ്. പുതിയ ഒരു അധ്യായം തുടങ്ങാനിരിക്കുകയാണ്.
അതിൽ നിങ്ങൾ പഴയ പിഴവുകളുടെ അടിമയല്ല, എന്റെ സ്നേഹത്തിന്റെ സാക്ഷിയായിരിക്കും. അതാണ് ഞാൻ നിങ്ങളിൽ കാണുന്നത്. അതാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്.